എന്റെ പൊന്നു സതി, നീ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കരുത്. എന്നാ എനിക്ക് ചിരിക്കാൻ ഒരു വഴി പറഞ്ഞ വിശ്വേട്ടാ. പറഞ്ഞുതരാം, വഴി പറഞ്ഞുതരാം. ജീവിതകാലം മുഴുവൻ മനസ്സമാധാനത്തോടെ ചിരിച്ച് സന്തോഷിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ വിശ്വേട്ടാ? നീ വാ, ഇവിടെ ഇരി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത് ശരി, എന്നെ സ്വയം കളിയാക്കി ല്ലേ? ഇരിക്കണ്ട, ഞാൻ എന്റെ തലയിടിച്ച് പൊട്ടിക്കും. സതി, ഇത് വേണ്ട സതി. എന്താ എന്താ പ്രശ്നം? എന്താ ഇപ്പൊ സമാധാനമായില്ല. എന്തരോ എന്തരി. എന്റെ മണ്ടയും പൊട്ടി. പണ്ടാരം ഒരു ഐഡിയ ദൈവം എനിക്ക് കാണിച്ചു തരാതിരിക്കത്തില്ല. സതി, വേണ്ട, തനിക്ക് താനും പുരയ്ക്ക് താങ്ങായിട്ട് അതേ കാണും. എന്റെ സമാധാനക്കേട് മാറ്റാനുള്ള വഴി അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ആഹാ, കിട്ടി, എനിക്ക് ഐഡിയ കിട്ടി. എന്റെ കൂടെ നിന്നില്ലെങ്കിലും ദൈവം എന്നൊരാൾ എന്റെ കൂടെ ഉണ്ട്. കാണിച്ചു തന്നു വഴി, എനിക്ക് കാണിച്ചു തന്നു. വേണ്ട, എന്നോട് പറയണ്ട. എന്താ സതി? ഹലോ, നമ്പർ ഡയൽ ചെയ്തില്ല. നീ ആരെയാ വിളിക്കാൻ പോകുന്നത്? നമ്പർ കിട്ടി. ഹലോ, പുരാവസ്തു വകുപ്പല്ലേ സാർ? ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. വളരെ അമൂല്യമായൊരു പുരാവസ്തു സ്വന്തം വീട്ടുവളപ്പിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയിരിക്കുക. അതെ സാർ. അയ്യോ, എനിക്ക് വയ്യ. സത്യം പറഞ്ഞ മുഖശായ വെച്ച് പറയുകയാണെങ്കിൽ ലീലാവതി കുഞ്ഞിന്റെ മുതുമുത്തശ്ശൻ തന്നെ ഉറപ്പാ. നിന്റെ തെളിച്ചം കണ്ടോ? ആ ഒരു പൗരുഷം. പക്ഷേ ഇത് എന്തായാലും ഒരു സംശയം പോലെ ഞങ്ങളെ വലിയ തറവാടികളാണ്. പ്രതിമ കാണാൻ വന്നതായിരിക്കും അല്ലേ? ഇതാണല്ലേ അയ്യോ, പോട്ടല്ലേ ചേച്ചി, പാരമ്പര്യം തൊട്ടറിയാൻ ഒരു ആഗ്രഹം എല്ലാവർക്കും കാണില്ലേ? ഏത് പറമ്പിന്ന് ഇത് കുടിച്ചെടുത്തേ? ഞങ്ങളുടെ സ്വന്തം പറമ്പിന്ന്. ഇത് അപ്പുറത്ത് അടുക്കളയ്ക്ക് അപ്പുറത്ത് കിടക്കുന്ന പറമ്പിന്ന. എനിക്ക് തോന്നുന്നത് ഇനി അട്ടിയായി എന്തെങ്കിലും കാണുമെന്നാ. എല്ലാ മുതുമുത്തച്ഛന്മാരുടെ അനുഗ്രഹം. ഏതാ ഇവിടുത്തെ ഖനനങ്ങൾ നിർത്തിവെക്കണം. ഞാൻ ആർക്കിയോളജി സയന്റിസ്റ്റാ. ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിലോ കിളയ്ക്കാനോ കുഴിക്കാനോ പാടില്ല. ഈ പ്രതിമ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. അയ്യോ, ഇത് നല്ല കൂത്ത്. തടയാൻ ശ്രമിച്ചാൽ പോലീസിനെ വിളിക്കേണ്ടി വരും. ഖനന വസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചില്ല, അത് ഒഫൻസ് ആണ്, കേസ് വരും. ലീലാവതി ചേച്ചി പാവമാണ്. പൈതൃക സ്വത്തുക്കൾ സ്വകാര്യ സ്വത്തുക്കളല്ല, അത് കാലത്തിന്റെ വകയാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്. ജനങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ഈ മുറ്റത്ത് ഒരു പുല്ല് പോലും പറിച്ചളയാൻ പാടില്ല. തണുത്ത വെള്ളം വേണം, ചൂടുവെള്ളം വേണം? കൊണ്ടുവരാം.